ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിൽ വീണ്ടും ദൈവം അവസരങ്ങൾ തന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. We thank God that through the Holy Spirit, God has given us an opportunity to come back again. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ശക്തി പ്രാപിക്കുകയാണ് എല്ലാ ദിനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. What is actually happening is that we are getting empowered by the Holy Spirit. പരിശുദ്ധാത്മാവ് എപ്പോഴെല്ലാം നമ്മുടെ മേൽ ഇറങ്ങി വരുന്നോ അപ്പോഴെല്ലാം നമ്മൾ ശക്തി പ്രാപിക്കുകയാണ്. So whenever the Holy Spirit comes down, we are all getting empowered. പരിശുദ്ധാത്മാവിനെ എല്ലാ ദിനവും നമ്മൾ ശക്തിക്കായി പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. Yeah, every day we need to get empowered by the Holy Spirit. നമ്മൾ ഏതെങ്കിലും കുറച്ച് നാൾ പ്രാപിച്ചു പിന്നീട് പ്രാപിക്കാതിരുന്നാൽ നമ്മൾ ശക്തിയിൽ സമ്പന്നരാവുകയില്ല. So sometimes we get empowered and sometimes we don't. And what is happening is we cannot increase in the power of God. അതുകൊണ്ട് തന്നെ നമ്മൾ ആവോളം നമ്മുടെ ആയുസ്സിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. So that is why as long as we live on the earth, we need to keep on getting filled with the Holy Spirit. അതുകൊണ്ടാണ് ഈശോ ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനത്തിൽ പറഞ്ഞത് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലയോ എന്ന് ഈശോ പറയാനിടയായത്. That is why in Luke 11, the Lord said how much more the Father will give the Holy Spirit to those who like him. ഹല്ലേലൂയ. Hallelujah. അവിടെ പരിശുദ്ധാത്മാവിനെ നൽകുകയല്ല ചോദിക്കുന്നവർക്കാണ് നൽകുന്നതെന്നാണ് ഈശോ പറയുന്നത്. So here we are told that all those who ask receive the Holy Spirit. അതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ രോഗശാന്തി ചോദിക്കാതെ തന്നെ കർത്താവിന് തരാൻ കഴിയും. God can heal us even without asking. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ പറയാതെ തന്നെ ദൈവം അറിഞ്ഞ് നമ്മളിൽ അത്ഭുതകരമായ ഇടപെടൽ നടത്തിയെന്ന് വരാം. So in the life's difficulties and all, Lord can interfere and bring us out of different problems, even though we do not ask. But ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട കാര്യം ഉണ്ടാകണമെന്നില്ല, ചോദിക്കണമെന്നില്ല. ചോദിക്കാതെ തന്നെ ദൈവം തന്റെ ദൈവപ്രവൃത്തി ദൈവമക്കളിൽ ചെയ്യും. Yeah, there are some things that God does in our lives where we need not ask God. പക്ഷെ പരിശുദ്ധാത്മാവിനെ മാത്രം ചോദിക്കാതെ നൽകപ്പെടുകയേ ഇല്ല. So that Holy Spirit, without asking, you can never receive the Holy Spirit. നമുക്ക് എല്ലാവർക്കും ആവർത്തിച്ചൊരു നിമിഷം ചോദിക്കാം. പിതാവാം ദൈവമേ, ഞങ്ങളുടെ പുത്രനായ യേശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. നമുക്ക് ചോദിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം. So we will all pray together and ask the Lord, we pray that you give us the Holy Spirit that you had promised. നമുക്ക് എല്ലാവർക്കും ചോദിക്കാം. പിതാവേ, ഞങ്ങളുടെ പുത്രൻ ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വീണ്ടും ഒരളവിൽ ഞങ്ങളുടെ മേൽ പകരണമേ. So we can ask Father, give us the Holy Spirit once again, and once again the Holy Spirit that you had promised, give to us once again. എനിക്ക് പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ എന്നിൽ പകരണമേ എന്ന് എല്ലാവരും ദാഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. So everybody should desire for the Holy Spirit to come and fill you, so that the measure of his presence and power will increase in your life. We should keep on praying now, Lord, come and fill me with the Holy Spirit. എല്ലാവരും പറഞ്ഞുകൊണ്ട് അല്പനേരം സ്തുതിക്കുക. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ശക്തിയായി നിറഞ്ഞു വരണമേ. ഹല്ലേലൂയ. Everybody keep on praying, saying, Holy Spirit, come upon us in power, come upon us in power. Keep on saying, Holy Spirit, come upon us in power. Holy Spirit, come upon us in power. Keep on saying like that. Keep on praying like everybody. Open your mouth. എല്ലാവരും അല്പനേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് 1-2 മിനിറ്റ്. Yeah, every one of you open your mouth and praise God. Just you can unmute. So let there be some sound. Hallelujah, hallelujah.
പരിശുദ്ധാത്മാവിനെ Hello, നൽകണമേ. hello. പരിശുദ്ധാത്മാവിനെ Hallelujah. നൽകണമേ. Hallelujah. Father, send us your spirit, Lord. Spirit, Lord, പരിശുദ്ധാത്മാവിനെ നൽകണമേ. yes, come with your Lord spirit, please put upon us. നൽകണമേ. Father, the promise you have given to your spirit. നൽകണമേ. Please Spirit, come upon us with your power. Lord, Holy Spirit, come upon us. God, sanctify us. Please, Lord, God. Holy Spirit, come upon us. Lord, please, God. Lord, pour out the Sir, Spirit on all stir flesh. hunger to seek you more and want to be filled by your presence, Lord. Lord, the Clothe charisms us of with your mighty power, Holy Spirit. came on the day of Pentecost. Filling us the fire of your love. Lord, Holy Spirit, with your power, come upon us. Lord, Holy Spirit, with your power, Holy Spirit, with your power, come upon us. Holy Spirit, with your power. So Holy Spirit, with your power, come upon us. Holy Spirit, with your power, come upon us. Holy Spirit, with your power, descend upon us. Holy Spirit, with your power, upon us. Holy Spirit, with your power, descend upon us. Holy Spirit, with your power, come upon us. Holy Spirit, with your power, Sharala Barula Kalala Bashita Baru Baba Ria 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 Kata Barila Baru Baba Bashata Baru Baba Ila Barula La Bashata Barula Kalala Bashita Baru upon us. Holy Spirit, with your power. Holy mighty precious Holy Spirit. Oh, Katabari, come upon us, Holy Spirit, with your mighty deliverance. Holy Spirit, descend upon us, Holy Spirit, descend upon us. Sharala Barukala Barula Baba. Barala Barula Baba Barila Barada Bashita Barula Kalala Bashita Barada Bashita Holy Spirit, come in dwelling us. Barula La Bashita Barula La Barula Barita Barula Barita 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 Barita. Spirit, descend upon us. Sharala Barula Barita. Empower us, Holy Spirit, come your power. Make us fill us with your fire and zeal. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. We will read Acts chapter 2, verses 2 onwards. We can read. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. Brother, Acts chapter 2, verse 2. Yeah. Acts chapter 2, verse 2. And suddenly from heaven there came a sound like the rush of a violent wind, and it filled the entire house where they were sitting. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് മുൻപായി അല്ലെങ്കിൽ ആഗമനത്തെ തുടർന്ന് ഒരു ശക്തമായ കൊടുങ്കാറ്റ് അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് വീശുകയുണ്ടായി, അടിക്കുകയുണ്ടായി. So we see in the first outpouring of the Holy Spirit, the wind of the Holy Spirit came, a violent wind came, a mighty wind came upon the people. പരിശുദ്ധാത്മ സാധാരണയായി നമുക്കറിയാം, കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ചില വസ്തുക്കൾ ആടുവാൻ തുടങ്ങും.
And we see sometimes when when the wind blows, we can see the trees moving. ചിലത് മറിഞ്ഞു വീഴാൻ തുടങ്ങും. And we see that some of the trees fall down also. ചിലതിന് ചലന വ്യത്യാസങ്ങൾ ഉണ്ടാകും. And we see that different kinds of movements in the trees when the wind is blowing. സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തള്ളി നീക്കുന്നത് പോലുള്ള ചലന വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. Yeah, and sometimes the wind can come and the tree can fall from one place to another place. കാറ്റിന്റെ ബലം എത്ര അധികമാണോ അതനുസരിച്ച് അവിടെ പ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. So if the wind is very strong, according to that, that manifestation will take place. ലോലമായത് ഘനമില്ലാത്തതെല്ലാം വളരെ വേഗത്തിൽ പുറന്തള്ളപ്പെട്ടു പോകും. The one that does not have weight, the one that is not rooted, they will be all pushed away. കാറ്റിന്റെ മുൻപിൽ വെയിറ്റ്ലെസ് ആയതിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വെയിറ്റ് ഉള്ളതിന് മാത്രമേ കാറ്റിനെ പിടിച്ചു നിർത്താൻ താങ്ങി നിർത്താൻ കഴിയുകയുള്ളൂ. Yeah, when the wind is blowing, anything light cannot remain. Only the things that are weighty can only stand and can only remain. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവാകുന്ന കാറ്റിന്റെ പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടുവാൻ തുടങ്ങുമ്പോൾ. So this is what happens when the wind of the Holy Spirit starts moving in us. ചില സമയങ്ങളിൽ നമുക്കൊരു വിറയൽ ഉണ്ടായിന്ന് വരാം. Sometimes we might shiver. ചില സമയങ്ങളിൽ നമുക്കൊരു ചലന മാറ്റങ്ങൾ അങ്ങും ഇങ്ങും തള്ളി മാറ്റുന്ന പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിന്ന് വരാം. Sometimes we can be pushed by this wind of the Holy Spirit. ചിലപ്പോൾ ആടി ഉലയുന്നത് പോലുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിന്ന് വരാം. Sometimes there can be movements that where we'll be swaying left to right. ചില സമയങ്ങളിൽ നമ്മൾ മറിഞ്ഞു വീണെന്ന് വരാം. And sometimes it can be that we might fall down also. ഇതെല്ലാം പരിശുദ്ധാത്മാവാകുന്ന കാറ്റിന്റെ ശക്തിയെ പ്രകടിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ രീതിയാണ്. So these are one type of work of the Holy Spirit, which comes like a wind and manifests like a wind. നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാകുന്ന കാറ്റിന്റെ ചലനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. And my desire is that in this life of holiness, may you experience the wind of the Holy Spirit. And I am desiring it, and I'm also praying for it. കാറ്റ് ശക്തമായി വീശുവാൻ തുടങ്ങിയാൽ എന്റെ നിയന്ത്രണത്തിൽ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. കാറ്റാണ് എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുക. Yeah, when the wind blows very strongly, I cannot control myself, and it is the wind that controls me. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തി എന്നാണ് ഈശോ യോഹന്നാൻ 3:8 പറയുന്നത്. And this is what Jesus said about someone who is led by the Holy Spirit in John chapter 3 verses 8. ഹല്ലേലൂയ. Hallelujah. വായിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട്. You can John read John 3:8. John chapter 3 verse 8. The wind blows where it chooses, and you hear the sound of it, but you do not know where it comes from or where it goes. So it is with everyone who is born of the Spirit. കാറ്റടിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മേൽ ദൈവത്തിൽ നിന്നുള്ളതല്ലാത്തതെല്ലാം ഈ കാറ്റ് നമ്മളിൽ നിന്ന് തള്ളി ദൂരെയാക്കി കളയും. So when the wind starts blowing into our life, all that does not belong to God in our life will be thrown away from our lives. ഈ പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിക്കാൻ തുടങ്ങിയാൽ ആ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിലെ വേണ്ടാത്തതെല്ലാം തള്ളിക്കളയും, തള്ളി നീക്കിക്കളയും. There is something specialty about the wind of the Holy Spirit. What is that specialty? When it blows into our life, all that is not needed in our life will get blown away. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഈ കാറ്റിന് വേണ്ടി എല്ലാ ദിവസവും ഒരവസരം നമ്മൾ കണ്ടെത്തണം. കാറ്റ് നമ്മളെ ആടി ഉലയ്ക്കാനും നമ്മളിൽ നിന്ന് ചിലത് തള്ളി നീക്കാനും നമ്മളെ ആത്മലഹരിയിൽ ആടി ഉലയ്ക്കുന്നത് പോലുള്ള അനുഭവങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന കാറ്റിനെ സ്വീകരിക്കണം. So every day we need to experience the wind of the Holy Spirit. So we should make time and spend time with the Holy Spirit so that the wind can blow into our lives and we will be swayed by the wind to the left and to the right. And every day we need to experience
the wind of the Holy Spirit in our life. നമ്മുടെ കാറ്റ് ശക്തമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കാലുകൾ വെക്കുന്നതെല്ലാം ഒരു വെയ്റ്റ്ലെസ് ബോഡിയുള്ള ഒരു മനുഷ്യനെ പോലെ ആയിരിക്കും. കാരണം നമ്മുടെ ബോഡിയുടെ കനം കാറ്റ് വഹിക്കാൻ തുടങ്ങും. So when the wind blows into our life, our body will become very light, and as we take steps, we will be very light. The reason is because the wind will carry us. ശരിക്കും മദ്യപിച്ച് ആടി ഉലയുന്നത് പോലെ നമ്മൾ വെക്കുന്നിടത്ത് നമ്മുടെ കാലുകൾ ഉറയ്ക്കാതെ കാറ്റിന് ഇഷ്ടമുള്ളിടത്തേക്ക് നമ്മുടെ കാലുകളെ വലിച്ചു കൊണ്ടുപോകും. Yeah, as an alcoholic who drinks and sways under that influence, in the same way, the wind of the Holy Spirit will blow into our life and move us according to its power and force. എല്ലാ ദൈവമനുഷ്യന്റെ വിശുദ്ധ ജീവിതത്തിലും ഉന്നതമായ നിലയിൽ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കാറ്റായി അടിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പിന്നെ ലഹരി പിടിച്ചവനെ പോലെ ആടി ഉലയുന്ന ഒരു അനുഭൂതിയിലേക്ക് മാറ്റപ്പെടും. So once we get into a relationship with the Holy Spirit and His wind blows into our life, we also shall become addicted to His works within us, and we will experience His wind on our life and will sway according to His movements within. ഈ പരിശുദ്ധാത്മാവാകുന്ന ലഹരി പിടിപ്പിക്കുന്ന ഈ കാറ്റ് നമ്മുടെ മേൽ അടിക്കാൻ തുടങ്ങിയാൽ കാറ്റ് എവിടം വരെ എത്തിക്കുമെന്ന് നമുക്ക് പറയാനാവുകയില്ല. So this wind of the Holy Spirit is very addictive. So once you start, the wind start blowing into your life, you cannot be sure where the Holy Spirit will lead you. ഈ കാറ്റ് എവിടം വരെ നമ്മളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു അവിടം വരെ ഈ കാറ്റ് നമ്മളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. So where the wind wants to take you, the wind will take you. Where you need to go, the wind of the Holy Spirit will take you. ശക്തമായി കാറ്റടിച്ചാൽ അവിടെ ഒരു ശബ്ദ കോലാഹലം ഉണ്ടാകും. And when the wind comes very violently and mightily, there will be a lot of confusion and disturbances there. ഭയം തോന്നുന്ന വിധത്തിൽ ഒരു ശബ്ദം പുറപ്പെടാൻ തുടങ്ങും. There will be a violent sound which can also cause fear in us. എന്തോ സംഭവിക്കാനെന്നത് പോലുള്ള ഒരു അന്തരീക്ഷം അതിശക്തമായി കാറ്റടിക്കുവാൻ തുടങ്ങിയാൽ ഉണ്ടാകും. So the whole atmosphere will change as if something is going to happen when the wind is blowing into our life. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് വന്നാൽ ശബ്ദ കോലാഹലം ഉണ്ടാകാൻ തുടങ്ങും. In the same way, when the wind of the Holy Spirit comes, lot of disturbances and lot of sounds will manifest there. ഈ കാറ്റ് അടിക്കാൻ തുടങ്ങിയാൽ ശാന്തതയില്ല, ഒരു വയലൻസ് ആയിരിക്കും ഉണ്ടാവുക. So when the wind of the Holy Spirit blows, there will be no silence, but it will be violent. എപ്പോഴെല്ലാം ഈ കാറ്റടിക്കുന്നു അപ്പോഴെല്ലാം ഈ വ്യക്തിയിൽ ഒരു വയലൻസ് വെളിപ്പെടും. Whenever the wind of the Spirit is blowing, the violence will manifest. ആ വ്യക്തിക്ക് ആ കാറ്റിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ആ കാറ്റ് വന്നാൽ വയലൻസ് ആവും. That person cannot control the wind of the Holy Spirit, and when the wind of the Holy Spirit comes, that person will become violent. ഈ വ്യക്തിക്ക് സുബോധമുണ്ട്, ഞാൻ ഇങ്ങനെ വയലൻസ് ആവേണ്ട കാര്യമില്ല. പക്ഷെ ഈ കാറ്റിന്റെ ഒരു പ്രത്യേകത, ഈ കാറ്റ് വന്നാൽ നിന്റെ വിവേകം എല്ലാം ശൂന്യമായി പോകും. So he is conscious that he need not be violent like this. But when the wind of the Holy Spirit comes into our life, we will lose all our consciousness and all our intellect. ഈ കാറ്റ് വന്നിടിച്ചാൽ വയലൻസ് ആവാൻ തുടങ്ങിയാൽ നമ്മുടെ വില നഷ്ടപ്പെടും, സ്റ്റാൻഡേർഡ് പോകും. നമ്മൾ വേറൊരു നിലയിലേക്ക്, ഏറ്റവും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് ഒരു മുഴുഭ്രാന്തനെ പോലെ ആകാൻ തുടങ്ങും. So when the wind of the Spirit will blow into us, we will lose our standard. We will be considered to be mental patients. Our standard will come very low. നമ്മുടെ എല്ലാ ബോധവും ആ കാറ്റിന്റെ ശക്തിയാൽ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങും, സുബോധമില്ലാത്തവരാകാൻ തുടങ്ങും. So when the wind of the Spirit comes into our life, we will lose our intellect, and all these things we will lose because of the wind of the Holy Spirit blowing into our life. സത്യസന്ധമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. Let me tell you one truth. ഈ പരിശുദ്ധാത്മാവാകുന്ന കാറ്റിന്റെ ഈ വിധത്തിലുള്ള പ്രവൃത്തി നിങ്ങളിൽ ആരിൽ അത് വെളിപ്പെടുന്നോ അഥവാ ആ കാറ്റടിക്കുന്നോ, നിങ്ങൾ ആത്മാവിൽ ഉന്നതനായിരിക്കും. So in anyone's life,
when the wind of the Holy Spirit blows into their lives, they shall move to a higher level. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ മേൽ അടിക്കുന്ന ആ കാറ്റടിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭവം ഒരു ശാന്തതയുടെ ആണോ? So when the wind of the Spirit blows into life, do you feel peace? Is it a calming experience? അതൊരു കോലാഹലം കാണിക്കുന്ന പോലുള്ള ഒരു സംഭവങ്ങൾ വെളിപ്പെടാറുണ്ടോ? Or is it something that causes disturbance in us? Some kind of movements, fervent movements within us. ഹല്ലേലൂയ. നിങ്ങൾ Hallelujah. നിങ്ങളെ തന്നെ വിലയിരുത്തുക. തുടർന്ന് നിങ്ങൾ വേഗത വർദ്ധിപ്പിച്ച് നിങ്ങളുടെ വിശ്വാസ ജീവിത തീഷ്ണത വർദ്ധിപ്പിച്ച് ഈ ഉന്നതമായ കാറ്റിന് വേണ്ടി കൊതിക്കുക. So all of us should arise and desire the higher level, that is the wind of the Holy Spirit, to blow into our lives. കാറ്റ് അടിക്കുമ്പോൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. When the wind is blowing onto your life, just leave yourself. നിങ്ങൾ യജമാനനാകരുത്. Don't be a master at that time. Do not be a master at that time. നിങ്ങൾ യജമാനനാകാൻ ആഗ്രഹിക്കരുത്. Don't desire to be a master. യജമാനത്വം വിട്ടുകൊടുക്കുക. Give the wind the lordship of your life. അങ്ങനെയാണെങ്കിൽ ആ കാറ്റ് നിങ്ങളെ ഉന്നത നിലയിലേക്ക് ഉയർത്താൻ തുടങ്ങും. And when you give the lordship to the wind, that wind will raise you up to a higher level. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാറ്റിനെ പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം, നിങ്ങളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, സ്ഥലം അത് ഏതാണ്, ഇതിന് അനുകൂലമായ സ്ഥലമാണെങ്കിൽ ഓക്കെ, അനുകൂലമല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ വേഗത്തിൽ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ അനുകൂലതയാക്കാൻ ശ്രമിക്കുക. അവസരത്തെ ലൈൻ എന്താ പറയുക? അവസരത്തെ വാക്ക്, അതായത് ഈ കാറ്റ് വന്ന് ഈ വിഭ്രാന്തി കാണിക്കുന്നതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും അങ്ങനെ ഒരു അന്തരീക്ഷത്തിലല്ല എങ്കിൽ നമ്മൾ തന്നെ സ്വയം അന്തരീക്ഷം തയ്യാറാക്കുക. ജനലുകളും വാതിലുകൾ അടയ്ക്കുക. നമ്മുടെ മുറിയിൽ നമ്മൾ മാത്രമായി എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ശബ്ദം നമ്മളുടെ ചിന്തയ്ക്ക് അപ്പുറം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാറ്റ് വരുമ്പോൾ അന്തരീക്ഷത്തെ, സാഹചര്യത്തെ നമ്മൾ തന്നെ മുന്നമേ ക്രമപ്പെടുത്തിയിരിക്കണം. So when the wind of the Spirit is blowing into your life, and when that causes a lot of violence in your life, and if the environment or that atmosphere is not suitable, you need to close the doors and windows and continue to move under the influence of the wind of the Holy Spirit. ഇല്ല എങ്കിൽ നിങ്ങളെ ഒരു ഭ്രാന്തൻ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. And if not, people will call you as a mental patient. ഇതൊരു ഭ്രാന്തൻ ഇടപാടാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകാൻ തുടങ്ങും. People will start telling, oh, only mental patients behave like this. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിലല്ല അപ്പോസ്തലന്മാർ കൂടിയിരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇവരെല്ലാം വീഞ്ഞു കുടിച്ച് ഉന്മത്തരാണ് എന്ന് അവരെ കളിയാക്കി പറയാൻ ഇടവന്നത്. The apostles were in the same environment, and that is why when the Holy Spirit came upon them, people start saying that they are drunk. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ശരിക്കും യേശുവിന്റെ അമ്മ മറിയം ഈ അപ്പോസ്തലന്മാരുടെ കൂടെയുണ്ട്. Just imagine, even Mother Mary was there among the apostles. അപ്പോസ്തലന്മാരെല്ലാവരും ഒരുമിച്ചുണ്ട്. All the apostles were together. ഇവരെല്ലാം അടിച്ച് നന്നായി ലഹരി പിടിച്ചു എന്നാണ് കണ്ടു നിന്നവരും കേട്ടവരെല്ലാം വിളിച്ചു പറഞ്ഞത്. And all those people who saw, they said, no, these people are drunk and they are under that influence of alcohol. അങ്ങനെയാണ് അവരുടെ മേൽ അടിച്ച കാറ്റിന്റെ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ. Just imagine how powerful that influence of the wind was upon the apostles and Mother Mary. 2 സാമുവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തില് ബാലയൂദയായിൽ നിന്ന് ദാവീദ് ദൈവത്തിന്റെ വാഗ്ദാന പേടകം കൊണ്ടുവന്ന് ദാവീദിന്റെ പട്ടണത്തിൽ സ്ഥാപിക്കാനായി വരുമ്പോൾ താൻ ലഹരി പിടിച്ചവനെ പോലെ അവിടെ കിടന്ന് ആടി പാടി തുള്ളിച്ചാടിയ ഒരു സംഭവം നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. You can see when David brought the ark of the covenant to Jerusalem, we see that they were all dancing, and the whole city of David was rejoicing, and we see that even David also was dancing out of control. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ
2 സാമുവേൽ 6:16 പറയുന്ന ഇങ്ങനെയാണ്, ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മീകാൽ ജനൽ കൂടി നോക്കി ദാവീദ് രാജാവ് കർത്താവിന്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വെക്കുന്നത് കണ്ടു. 2 Samuel 6:16. 2 Samuel chapter 6 verse 16. As the ark of the Lord came into the city of David, Michal, daughter of Saul, looked out of the window and saw King David leaping and dancing before the Lord, and she despised him in her heart. നിയന്ത്രണമില്ലാതെ ഒരു നാണവും മാനവും നോക്കാതെ ആത്മസാന്നിധ്യത്തിൽ ദാവീദ് തുള്ളിച്ചാടി. So we see that David, without being ashamed, was leaping and dancing before the Lord. താനൊരു രാജാവാണെന്നുള്ള ചിന്തയോ ഒരു രാജകീയ പദവിയോ താൻ പരിഗണിച്ചേയില്ല. താൻ അത് മറന്നുപോയി. തന്റെ നില മറന്ന് താൻ തുള്ളി ചാടി പാടി നൃത്തം ചെയ്തു. And he just simply forgot that he was a man of high standard, that he was the king. He simply forgot, and Bible says he leapt and danced before the Lord. തന്റെ ഭാര്യ പോലും തനിക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്ന അവസരങ്ങളുണ്ട് പിന്നീട്. And then we see his wife is asking, are you not ashamed? ആരെന്ത് ചോദിക്കുന്നോ, എന്ത് വിചാരിക്കുന്നോ, എന്ത് പറയുന്നോ, തന്നെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല ദാവീദിനെ സംബന്ധിച്ച്. David was not worried what people are telling, what people are thinking about him. ദൈവത്തിന്റെ സാന്നിധ്യം ദാവീദിനെ ആകെ ലഹരി പിടിപ്പിച്ചു. So what happened? The presence of the Lord made him addicted, and he was influenced by by the presence of the Holy Spirit upon his life, and he lived and danced. പരിശുദ്ധാത്മാവിന്റെ ഉന്നത സാന്നിധ്യം അപ്പോസ്തലന്മാരെയും യേശുവിന്റെ അമ്മ മറിയത്തെയും ലഹരി പിടിപ്പിച്ചു. So we see that the high presence of the Holy Spirit came on Mother Mary and the apostles, and they all got influenced by this presence of the Holy Spirit, like an alcoholic getting influenced by alcohol. അവരുടെ നില മറന്നുപോയി ആത്മസാന്നിധ്യത്തിൽ. They just simply forgot their standard. അവരുടെ വില മറന്നുപോയി ദൈവ സാന്നിധ്യത്തിൽ. They just forgot their human value in the presence of the Lord. അവരെ തന്നെ മറന്നുപോയി. They simply forgot themselves. ഈ ആത്മലഹരിക്കകത്ത് വസിക്കാൻ തുടങ്ങിയപ്പോൾ, when they started remaining in this addictive presence of the Lord. അവരായിരിക്കുന്ന റൂമും നിറയെ ഈ സാന്നിധ്യം പ്രകടമായി വരുവാൻ തുടങ്ങി. And this presence started filling the whole room where they were. ഒന്നാമതായി അവിടെ ശബ്ദകോലാഹലമുണ്ടായി. One thing happened was there was a lot of sound. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2:2 പറയുന്നത് ഇങ്ങനെയാണ്, ശബ്ദം പെട്ടെന്ന്, ഒരു ശബ്ദം പെട്ടെന്ന്. അങ്ങനെയാണ് പറയുന്നത്. കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലുള്ള കഴിഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ശബ്ദം പെട്ടെന്ന്. ശബ്ദം, വോയിസ്. Suddenly there was a sound. സൗണ്ട്, വോയിസ് അല്ല, സൗണ്ട്. ആ ശബ്ദം. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിങ്കിൽ ഒരു ശബ്ദ കോലാഹലമുണ്ട്, ഉണ്ട്. So we have to understand, when the Holy Spirit comes, there is a sound and there will be disturbances. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. So they are saying, it is said that the presence of the Lord filled the house where they were remaining. ഇവര് കൂടിയിരിക്കുന്നതിന് തൊട്ടടുത്താണ് ജെറുസലേം ദേവാലയം. And we need to understand that Jerusalem temple was near that house where they were praying together. പക്ഷേ ആ ജെറുസലേം ടെമ്പിളിലെ ഒരു ഭക്തന്റെ മേലും ഈ കാറ്റടിച്ചില്ല. ദൈവം സെലക്ട് ചെയ്ത് തന്റെ ആത്മാവിനെ കാത്തിരുന്ന, ദാഹത്തോടെ കാത്തിരുന്ന അപ്പോസ്തലന്മാരോ പരിശുദ്ധ അമ്മയും അടങ്ങുന്ന ആ ഗ്രൂപ്പിന്റെ മേൽ മാത്രമാണ് ഈ സാന്നിധ്യം പ്രകടമായി വന്നത്. So we see that the Holy Spirit did not fall upon the devotees of the temple, but it fell upon the people who were prepared by God, Mother Mary and all the apostles, and 120 of them. Upon them the Holy Spirit fell.
ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. By this, we need to understand one thing. എന്തുകൊണ്ടാണ് ഇവരുടെ മേൽ മാത്രം വന്ന് അവരുടെ മുറിക്ക് തൊട്ടപ്പുറമുള്ള സ്ഥലം, വിശുദ്ധമായ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരുപാട് വിശ്വാസികളുണ്ട്, അവരുടെ മേൽ വരാതിരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Have you ever thought, even though the temple is a holy place and there were a lot of believers there, the Holy Spirit did not come upon them? അപ്പുറം നൂറുകണക്കിന് വിശ്വാസികളുണ്ട്, Other side, there are hundreds of and thousands of believers there. വിശ്വാസ വീരന്മാരാണ് അവരെല്ലാവരും. They were all faith warriors. അവര് ദൈവവചന പ്രകാരമാണ് ആരാധിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. They were worshiping God and obeying the word of God. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ച്, ഒരു ബോധവുമില്ലാതെ ആ കാറ്റ് വന്നപ്പോൾ ആ കാറ്റിനെ തന്നെ വിട്ടുകൊടുത്ത ബോധമില്ലാത്ത കുറെ ആളുകളുടെ ഇടയിലേക്ക് മാത്രമായിട്ടാണ് പരിശുദ്ധാത്മ വന്നത്. So we see that the Holy Spirit came upon people who were not educated and they did not have a high standard upon them. The Holy Spirit came upon these kind of people. പരിശുദ്ധാത്മാവ് അന്നും ഇന്നും തന്റെ ഇച്ഛയ്ക്കൊത്തവരുടെ മേൽ മാത്രമേ വരികയുള്ളൂ. And those days and now also the Holy Spirit comes upon only those people whom he desires to come upon. ഞാൻ ഒരിക്കൽ കൂടി ആ പദം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ രാജ്യം പണിയാൻ തെരഞ്ഞെടുത്ത വ്യക്തികളുടെ മേൽ മാത്രമേ അന്നും ഇന്നും പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുകയുള്ളൂ. We need to understand this truth, that the Holy Spirit will come only on those people who have been called to build the kingdom of God, to play a role in building the kingdom of God. ഞാനിപ്പോൾ പറഞ്ഞ പദത്തിന് വിപരീതമായി എത്ര അറിവുള്ളവരും കഴിവുള്ളവരും എന്തെല്ലാം പ്രഖ്യാപനം നടത്തിയാലും യേശുവിന്റെ ആത്മാവിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം സെലക്ട് ചെയ്തവരുടെ മേൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. We have to understand that the Holy Spirit will come only on those whom God has selected. No matter how contrarily people are talking against this, but this is the truth. The Holy Spirit will come only on those whom he has selected to work for the kingdom of God. ഹല്ലേലൂയ. അനിൽ ബ്രദർ പറയുന്ന വോയിസിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. Hallelujah. ഇപ്പൊ ഓക്കെയാണ്. അപ്പൊ അടുത്ത് വെച്ച് സംസാരിക്കുക. ഓക്കെ. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 14:16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈശോ പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങളത് അറിയും, പക്ഷെ ലോകമോ അവനെ അറിയുകയില്ല, എന്നാൽ നിങ്ങൾ അവനെ അറിയും. So we see here in John 14:16 onwards, we can see വേണമെങ്കിൽ ആ വചനം വായിച്ച് we can see that Jesus is saying that the Holy Spirit will come upon you, but the world will not know chapter about the 7 Holy Spirit. chapter 14 and verse 17. John, ഈ സത്യാൽ വായിച്ചു. brother, you read first. Me, huh? Yes, No, yes. brother Joy. Yes. Brother, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. John chapter 14 verse 17. This is the Spirit of truth, whom the world cannot receive, because it neither sees him nor knows him. You know him, because he abides with you, and he will be in you. ഇത് ലോകപ്രകാരമുള്ളവരുടെ മേൽ വരുന്നതല്ല. അവർ എത്ര ആഗ്രഹിച്ചാലും നടക്കില്ല. കാരണം ഇത് ദൈവം നിത്യതയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളവരുടെ മേൽ മാത്രമേ അന്നും ഇന്നും വരികയുള്ളൂ. So we have to understand that the Holy Spirit does not come on people who are worldly minded. It is a decision of God that it will only come for those who are to enter eternal life. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, അതിന്റെ 3-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ
So we see that, chapter 2 verse 3. yeah, we see in Acts chapter 2 verses 3, we see that tongues of fire came upon them. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ. Tongues of fire. കാറ്റ് വന്നു, The wind came, ശബ്ദം വന്നു, sound came, കോലാഹലങ്ങൾ ഉണ്ടായി. disturbance took place. ഇത് അടുത്തത് വന്നിരിക്കുകയാണ്, തീ വന്നു. Now the fire has come. ഹല്ലേലൂയ. Hallelujah. തീയുടെ പ്രത്യേകത നമുക്കറിയാം, അതെന്തിനേയും കത്തിച്ചു കളയും. If we know the specialty of fire, it will burn out anything. ഈ പേനയുടെ മേൽ തീ വന്ന് തീ പിടിച്ചാൽ ഈ പേനയ്ക്ക് പിന്നീട് ഒരിക്കലും ഈ പേനയുടെ രൂപം ഉണ്ടാവുകയില്ല. If the fire comes on this pen, the shape of the pen will change and it can never get back to its old shape. ഈ പേനയ്ക്ക് വേറൊരു രൂപമാണ്. The pen has a different shape. പിന്നീട് ഒരിക്കലും ആ പേനയ്ക്ക് ആ പഴയ രൂപം ഉണ്ടാവില്ല. The pen will not get back its old shape. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു സൃഷ്ടിയായി പഴയ രൂപമേ മാറിപ്പോകും. So we have to understand when the fire of the Holy Spirit. So we have to understand here that when the fire of the Holy Spirit comes upon us, our whole image will change. ഹല്ലേലൂയ. അതാണ് ആത്മാവിൽ ജനിച്ചവന്റെ പ്രത്യേകത. And that is what happens to someone who is born of the Spirit. അതുകൊണ്ടാണ് യേശു നിക്കോദീമോസിനോട് യോഹന്നാൻ 3:5 പറഞ്ഞത്, ആത്മാവിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരർത്ഥം, ആത്മാവിൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഷേപ്പേ മാറ്റിക്കളയും, നിലവിലുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റും, നിലവിലുള്ള മൈൻഡ് മാറ്റും. അങ്ങനെ നിലവിലുള്ളത് മാറ്റി വേറൊരു രൂപത്തിലൂടെ മാത്രമേ, രൂപം ലഭിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പരിശുദ്ധാത്മാവൻ ആ വ്യക്തിയെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. So we need to understand, until you are born again in the Spirit, you cannot enter the kingdom of God. Now we need to understand, you cannot enter heaven with the shape you are in now. Only when the Holy Spirit, you are born in the Spirit, your shape will change, the way you are will change. Then only the Holy Spirit can take you to heaven. അതുകൊണ്ടാണ് യോഹന്നാൻ 3:5 നിക്കോദീമോസിനോട് യേശു ആ കാര്യം പറഞ്ഞത്. And that is why in John 3:5, Jesus spoke this to Nicodemus. ആത്മാവിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ കടക്കില്ലെന്ന് പറഞ്ഞത്. And that's why Lord told Nicodemus that until you are born in the Spirit, you cannot enter the kingdom of God. അഗ്നി, ആത്മാവിന്റെ അഗ്നി നമ്മളെ കത്തിക്കുന്നുവെങ്കിൽ നമ്മളിലെ സകലമാന അശുദ്ധിയും നീക്കപ്പെടും, നമ്മുടെ ട്രഡീഷൻ ബോണ്ടേജുകൾ പോലും നീക്കപ്പെടും, നമ്മൾ ടോട്ടലി ആള് ചേഞ്ച് ആവും. Yeah, we need to understand here, when the fire of the Spirit comes onto our life, all that we have inherited from our forefathers that does not belong to God will all get burnt out and we will become a new creation. ഹല്ലേലൂയ. Hallelujah. സ്നാപക യോഹന്നാൻ യേശുവിന്റെ കയ്യിലുള്ള സ്നാന വസ്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാപ്റ്ററാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, അതിന്റെ വേഴ്സ് 11. So we need to understand, here we see John the Baptist speaking about the things that are in the hands of Jesus in Matthew chapter 3 verse 11. 3:11. Matthew chapter 3 verse 11. I baptize you with water for repentance, but one who is more powerful than I is coming after me. I am not worthy to carry his sandals. He will baptize you with the Holy Spirit and fire. യേശുവിന്റെ കയ്യിലുള്ള സ്നാന വസ്തുക്കളെ കുറിച്ച് സ്നാപകം പറയുമ്പോൾ തന്റെ കയ്യിൽ സ്വർഗമേൽപ്പിച്ച സ്നാന വസ്തുവായ വെള്ളത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ വെള്ളത്താൽ സ്നാനപ്പെടുത്തുന്ന ഒരു തണുപ്പുള്ള വസ്തു കൊണ്ട്
ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, സ്നാപകനായ യോഹന്നാൻ. John the Baptist saying, I am baptizing with water, something which is cold. പക്ഷെ യേശുവിനെ കുറിച്ച് സ്നാപകന് പറയാനുള്ളത് തണുപ്പേ അല്ല, ആള് ചൂടിന്റെ ആളാന്നാ പറയുന്നത്, തീയാണ്. And what John the Baptist telling about Jesus is, there is nothing coldness in Jesus. It is ഈ hot അടുത്ത and fiery hot. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ മലയാളത്തിലുള്ള പല ക്രിസ്തീയ പാട്ടുകളിലും അഗ്നി അഗ്നി തീ തീ എന്നൊക്കെ ഉള്ള ഒരുപാട് പാട്ടുകൾ ഇറങ്ങാനിടയായി. Recent years and a lot of songs came up with the word fire, fire, fire. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം തീയുടെ ദൈവമാണ്, തീ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. And that is because our God is a God of fire and he works through fire. തീ കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who can make decision by fire. കത്തിക്കേണ്ടതിനെ അങ്ങനെ കത്തിച്ചു കളയും. And he will burn out everything through that fire. ഹല്ലേലൂയ. Hallelujah. ചൂട് പിടിപ്പിക്കുന്ന അതിശയകരമായി നമ്മളെ ചൂട് പിടിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ്സുകളുണ്ട്. So there are movements of the Holy Spirit that will increase the heat of heaven inside us. ഈ ലൂക്കാ സുവിശേഷം 12:49 ഈശോ പറയുന്നുണ്ട് എന്റെ കയ്യിൽ തീയുണ്ടെന്ന്. Here we see that Jesus says, I have fire in my hands. എന്റെ കയ്യിൽ തീയുണ്ടെന്ന് യേശു പറയുന്നത്. Jesus is saying, I have fire in my hands. അതിനെ തുടർന്ന് യേശു പറയാണ്, അത് ഇതിനകം തന്നെ ഒന്ന് കത്തിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And Jesus saying, oh, I wish it should have started burning now. പക്ഷേ കർത്താവിന്റെ എല്ലാ സിസ്റ്റങ്ങൾക്കും സമയമുള്ളത് കൊണ്ട് അന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ തീ ഇതാ പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോഴാണ് തീ അങ്ങനെ ഇറങ്ങി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. Because God works in a system, Jesus had to wait till the day of Pentecost when the fire was released among people. നമ്മൾ അവിടെ നോക്കുക, അഗ്നി ജ്വാലകൾ. So we see that tongues of fire. അഗ്നിയുടെ ജ്വാലകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ജ്വാലകൾ ഇങ്ങനെ പൊങ്ങി വരുന്ന, തീ നന്നായിട്ട് കത്തുമ്പോൾ അതിലിങ്ങനെ പൊങ്ങി പൊങ്ങി പല ആംഗിളിൽ പല രൂപത്തിൽ, അതാണ് ജ്വാലകൾ. So we have seen the flames of fire. They keep jumping around, they keep moving around, and we can see they take different shapes and different designs also. ഈ ജ്വാലകളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ബ്രദർ ആന്റണിയുടെ വീട്ടിൽ നിന്ന് രാത്രിയിൽ ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ഒരു തീ കത്തുന്നത് ഞാൻ കണ്ടു. ആ തീയുടെ ജ്വാലകൾ ഒന്നിനോട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ പലതും പല അളവിൽ പല രൂപത്തിൽ പല ഭാവത്തിലാണ് ഈ തീയുടെ ജ്വാലകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. Actually, when I was going out of the house, on the way I saw a fire burning and I noticed the flames were all jumping up and down as if they're not connected with one another. And there was great movements among them. ഇതുപോലെ തന്നെയാണ് അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിന്റെ ജ്വാലകൾ അവിടെ ഉണ്ടായിരുന്ന മേൽ പകരപ്പെട്ടത്. ചിലരുടെ മേൽ അളവിൽ ഉയർന്നും ചിലരുടെ മേൽ അളവിൽ വേറൊരു രൂപത്തിൽ, ചിലരുടെ മേൽ പലവിധ കളറിൽ വ്യത്യസ്തമായ നിലയിൽ ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ച് വേണ്ടുവോളം പകുത്തു കൊടുത്തുകൊണ്ടേയിരുന്നു പരിശുദ്ധാത്മാവ് തന്റെ ജ്വാലകൾ. So we see on the day of Pentecost, the fire of the Spirit came upon the apostles and it started burning like a flame and fire. According to each one's need, according to each one's purpose, the fire started working in each one of them. നിങ്ങളെ ഈ ജ്വാലകളെ ഒന്നും കൂടി പഠിക്കുക. You should study about the flames. ഈ ജ്വാലകൾ ഇങ്ങനെ ജ്വലിച്ച് പല രൂപത്തിൽ പല ഭാവത്തിൽ അവരുടെ മേൽ സ്പർശിക്കാൻ തുടങ്ങുന്ന ആ സമയങ്ങളിലെല്ലാം അവരിൽ ചിലത് നടുകയും ചിലത് വളരുകയും ചിലതിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവൃത്തികൾ അവിടെ വെളിപ്പെടാനിടയായിരുന്നു. So when you study the flame, you can see what happened on the day of Pentecost when the fire started burning in them and started increasing in them. They start moving in different directions, different ways, and different things are taking place in their lives. ഈ ജ്വാലകൾ നിമിത്തം
അവരുടെ മാനുഷിക തലങ്ങളെല്ലാം കത്തി എരിഞ്ഞടങ്ങി. So because of this fire, that human side of their life got burnt out. അവരുടെ അശക്തി നീക്കം ചെയ്യപ്പെട്ടു. All that fleshly works got burnt out and was removed out of their life. അവരുടെ കഴിവില്ലായ്മ നീക്കം ചെയ്യപ്പെട്ടു. All that inabilities within them were removed. അവരുടെ നാണക്കേടും മാനക്കേടും അവരിൽ നിന്ന് നീക്കപ്പെട്ടു. All the shame they carried, those things were all removed out of their life. അടുത്ത സെക്കൻഡ് നമുക്ക് കാണാൻ കഴിയും, പത്രോസ് ധൈര്യത്തോടു കൂടി എഴുന്നേറ്റ് നിന്നു. എന്നാൽ മുമ്പ് പത്രോസ് നാണക്കേട് കൊണ്ടോ ഭയം നിമിത്തമോ യേശുവിനെ തള്ളി പറഞ്ഞിരുന്നു. So we see that here after the Pentecost experience, Saint Peter became very bold and stood up to speak. But when we look back, we can see there are times when he denied Jesus, maybe out of shame or out of difficulty. ഈ പത്രോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2 പറയുന്നത് അവൻ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ആളുകളോട് സംസാരിക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത്. So we see it said about Peter that he boldly stood up and started speaking. എങ്ങനെയാണ് അങ്ങനെ അത്ര ഒരു ധൈര്യം കയറി വന്നത്? How that kind of boldness came? ഈ ജ്വാലകൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ അധൈര്യത്തെ, ഭയത്തെ നീക്കിക്കളഞ്ഞു. So we see that flame of the Holy Spirit burnt away, removed that fears that was there within him. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തി 1:8 പറഞ്ഞത്, ഈ ശക്തി വന്നാൽ നിങ്ങൾ, ഈ ആത്മാവ് വന്നാൽ നിങ്ങൾ ശക്തിയുള്ളവരായി തീരുന്നു പറഞ്ഞത്. That is why Jesus said, when the Holy Spirit comes upon you, you shall receive power. നിങ്ങൾ ഈ ജ്വാലകളെ കുറിച്ച് എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. I love to teach about these flames. നിങ്ങൾ ഈ ജ്വാലകളെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. ഈ ജ്വാല ഇങ്ങനെ പൊന്തി പൊന്തി പലവിധമായ രൂപത്തിൽ, പല ഭാവത്തിൽ, പല ആംഗിളിൽ ഇവരുടെ മേൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. And try to meditate upon this flame. And what actually happened is, this flame worked in the persons in different ways, in different shapes. It was working in them. Try to meditate on that. ഈ ചലനത്തിൽ അവരാകെ ആള് മാറി. And in that moment of the fire of the Holy Spirit, they completely changed. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, I believe this. പത്രോസിന്റെ മേൽ കൂടുതൽ ജ്വാല കുറച്ച് സമയമെടുത്ത് പല രൂപത്തിൽ ഇങ്ങനെ കത്തി തീ പിടിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. So I believe and I'm imagining that this fire of the Holy Spirit, the flames worked in Peter in a different way and a greater way. And I can just imagine the flame burning in Peter in different shape and size. ഞാനത് പറയാൻ കാരണം, The reason why I'm telling this, ഇത് അടുത്ത സെക്കൻഡിൽ അവരുടെ കൂട്ടായ്മയ്ക്കുള്ളിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. ജനങ്ങൾ വെല്ലുവിളിക്കാൻ തുടങ്ങി, എന്താണ് കള്ളു കുടിച്ച് ആടുകയാണോ, ഒച്ച ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് വേഗത്തിൽ പത്രോസ് ചാടി എഴുന്നേറ്റ് ധൈര്യത്തോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. so we see that among that group that had gathered outside, some disturbance started coming among them, and they started telling that these people are drunk with wine. And we see Peter jumping out and standing and boldly speaking. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, പത്രോസിന്റെ മേൽ അടിച്ച ജ്വാലകൾ ഒരു അസാധാരണ നിലയിൽ തന്നെ വെളിപ്പെട്ട് അദ്ദേഹത്തിന്റെ മേൽ സമയമെടുത്ത് ഇത് ഈ ജ്വാലകൾ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ സത്യമായി വിശ്വസിക്കുകയാണ്. I believe that this flame of the Spirit were burnt in Peter in different size and shape, maybe for longer period of time. ഇതാ വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഈ ജ്വാലകൾക്ക് മറ്റൊരു രൂപമുണ്ടാകാൻ തുടങ്ങി. And within seconds, these flames started changing into different shape. നിങ്ങൾ നോക്കുക, ഇങ്ങനെ ജ്വാലകൾ അടിക്കുന്നു, ഇതാ വേഗത്തിൽ ജ്വാലകൾ നിലയ്ക്കുന്നു. ഈ ജ്വാലകൾ മാറുകയല്ല, ഈ ജ്വാലയ്ക്ക് ഒരു നാവിന്റെ രൂപമുണ്ടാവുകയാണ്. രൂപമാറ്റം സംഭവിച്ചു. Yeah, and then we see the flames changing into something different. ഒരു വ്യത്യസ്തത ഉണ്ടാവുകയാണ്. Something different is taking place there. ഇതാ ജ്വാലകൾ വേഗത്തിൽ ഒരു നാവാവുകയാണ്. And these flames are becoming a tongue. അതാ അഗ്നിയുടെ ജ്വാലകൾ
ആ ജ്വാല എന്ന തലത്തിൽ നിന്ന് മാറി അഗ്നിയുടെ നാവായി മാറി. So the fiery flames become fiery tongues. അതുവരെ തീയുടെ ജ്വാലയായിരുന്നു. ഇതാ വിത്തിൻ സെക്കൻഡിനുള്ളിൽ തീയുടെ ജ്വാല മാറി, ജ്വാലയ്ക്ക് രൂപമാറ്റം സംഭവിച്ചു, ജ്വാല നാവായി മാറി. So we see within seconds, these fiery flames turn into tongues of fire. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലെ? You all are there with me? ഇതാ ഒരു തീയുടെ ഒരു വസ്തു നിങ്ങളുടെയോ എന്റെയോ നാവിലേക്ക് വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് നോക്കുക. ഈ തീയുടെ വസ്തു എന്റെ നാവിലേക്ക് വന്ന് വീണാൽ ഇങ്ങനെ നമ്മൾ സ്വാഭാവികമായി പറയും. So when a fire comes and falls in our tongue, it's natural that we will scream and shout like this. എന്ന് പറയാൻ തുടങ്ങും. So we start making this kind of sounds when the fire will come and fall upon our tongue. സ്വാഭാവികമായിട്ടും നമ്മുടെ നാവിന് ഒരു ചൂടുള്ള വസ്തു തൊട്ടാൽ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകും. So we all know that if something hot touches our tongue, it's natural for us to be, we might become very violent, very expressive to share that painful experience. ഇത് അപ്പോസ്തലന്മാരുടെയും യേശുവിന്റെ അമ്മ മറിയത്തിന്റെയും നാവിൽ ഈ ചൂടുള്ള നാവ് വന്നു തൊട്ടു. So we have to understand that this tongue that was hot came and fell in the tongues of Mother Mary and all the apostles. അടുത്ത സെക്കൻഡിൽ അവരുടെ നാവിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക. And the next second, some kind of sound started coming out of their tongues. ആദ്യമായി അവരുടെ മേൽ ശബ്ദം ഉണ്ടാകാൻ തുടങ്ങി. And first time, some sound started coming out of their tongue. ശബ്ദം ഉണ്ടാകാൻ തുടങ്ങി. Some sound started coming out of their tongues. ഇതാ ഇന്നും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ ആരംഭത്തിൽ ഉണ്ടാകുന്നു. That is why even today also when the Holy Spirit comes on us, different sounds come out of our mouth, like sha la la la, some sounds come out of our mouth. ശബ്ദം ഉണ്ടാകുന്നു. And then sounds like re 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 sounds come out of our mouth. ശബ്ദം ഉണ്ടാകുന്നു. And these kind of sounds come out of our mouth. ഇന്നും ആ പരിശുദ്ധാത്മാവ് ആഗമനത്തിങ്കൽ ആരംഭത്തിൽ തന്നെ ശബ്ദമുളവാക്കിക്കും. And even today also when the Holy Spirit comes on us, in the beginning itself, some sounds will come out of our mouth. നമ്മുടെ ഇടയിൽ ആരുടെയെങ്കിലും നാവിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആഗമനത്തിന്റെ ആരംഭത്തിലാണ് ആ വ്യക്തി. So we have to understand if this kind of sounds are coming out of the mouth, we need to understand the Holy Spirit is coming upon you. ഇത് അടുത്ത സെക്കൻഡിൽ ഈ വന്ന നാവ് തന്റെ ശബ്ദം മാറ്റി വാക്കുകൾ പുറപ്പെടുവിപ്പിക്കാൻ തുടങ്ങി. And then the next second, the sounds became words. നമ്മുടെ എല്ലാം വിശുദ്ധ ജീവിതത്തിൽ ആത്മീയതയുടെ ഒരു കാലം അത്രയും ശബ്ദമായിരിക്കാം. ഇത് അടുത്തൊരു കാലം ഭാഷകളുടെ കൈമാറ്റമാണ്. Maybe in the beginning, it will be only sound that is coming out of our mouth, but little later, this will become words. അന്നതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്നും തന്റെ ഈ വിധത്തിലുള്ള പ്രവൃത്തി ഭൂമിയിൽ ദൈവമനുഷ്യരിൽ നടപ്പിലാക്കുന്നത്. Even today also, this is how the Holy Spirit works among people on the earth. അവരുടെ നാവിൽ വന്ന നാവ് ഭാഷകൾ കൊണ്ട് അവരെ അലങ്കരിച്ചു. And that tongue that came upon them decorated them with different languages. വാസ്തവത്തിൽ എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും സുബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. They were not even able to think what was actually happening to them. It was as if they had lost their mind. അവർക്ക് യാതൊരുവിധ കൺട്രോളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. So they did not have any control and they were not able to take control over their lives at that moment. അവര് മാന്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അവസരത്തിലാണ് ഒരു അപമര്യാദ എന്നതുപോലെ പ്രാർത്ഥനയെ വികലമാകാൻ തുടങ്ങി. And they were praying very normally and then suddenly the normal prayer changed into something very abnormal type of praying. ഇതാ സെക്കൻഡുകൾക്കുള്ളിൽ അവരെല്ലാം അബ്നോർമൽ ആവാൻ തുടങ്ങിയതുപോലെയായി.
And then within seconds, they became like abnormal. അവര് വന്ന നാവിന് തങ്ങളുടെ നാവിനേക്കാൾ ബലമുള്ളത് കൊണ്ട് അവരാ നാവിനെ അവരുടെ നാവ് കൊണ്ട് നിയന്ത്രിക്കാൻ നോക്കിയിട്ട് കഴിയാതെ വന്നു. Yeah, so we see that they were not able to control because the fire came upon their tongue. They were not able to control. മനുഷ്യന്റെ നാവിനേക്കാൾ ബലമുള്ളതും വീര്യമുള്ളതുമായ സ്വർഗത്തിലെ നാവാണ് അവരുടെ മേൽ വന്ന് അവരുടെ നാവിലായത്. Yeah, the heavenly tongue that came upon the human tongue was more powerful and more stronger. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങിയത് കൊണ്ടും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ ഭാഷകൾ അവരുടെ നാവിലേക്ക് പ്രകടമായി വന്നു. So that is why this language has come from heaven. This tongue has come from heaven, and it came upon a human tongue, and that is why there was a mingling of languages. അന്ന് സംഭവിച്ച അതേ ക്രമീകരണമാണ് പരിശുദ്ധാത്മാവ് ഭാഷകളിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. And this is exactly what the Lord is doing even today. What he had done earlier, the Holy Spirit continues to do even today. സ്വർഗത്തിലെ ഭാഷയും കൈകാര്യം ചെയ്യിപ്പിക്കും, മനുഷ്യരുടെ ഇടയിലെ ഭാഷയും കൈകാര്യം ചെയ്യിപ്പിക്കും. Yeah, so here we see that the Holy Spirit will make us speak the languages of heaven and will also make us speak the languages of earth. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 13:1 പറയുന്നത്, മനുഷ്യരുടെ ഭാഷയിലോ ദൂതന്മാരുടെ ഭാഷയിലോ മനുഷ്യരുടെ ഭാഷയിലോ സംസാരിച്ചാലും എന്നൊരു പദപ്രയോഗം അവിടെ കാണുന്നത്. So we see here in 1 Corinthians chapter 13 that even though a person speaks in the tongue of men or the tongues of angels, മനുഷ്യരുടെ ഭാഷയുണ്ട്, ദൂതന്മാരുടെ ഭാഷയുണ്ട്. so we need to understand there is a human tongue, the tongue of men, and there is a tongue of angels. ഇനി ഞാൻ മുമ്പൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു സ്വർഗീയ കാര്യങ്ങളിൽ ദൂതന്മാരുടെ ഭാഷകളിൽ ഒരു രഹസ്യം ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. So we see here that I had told earlier about a mystery connected with the tongues of angels. എല്ലാ ദൂതന്മാർക്കും ഒരേ ഭാഷയല്ല. Every angels have different kinds of tongues. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വെളിപാടുകൾ അതിശക്തമായി പ്രാപിച്ച ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. So we know that Apostle Paul had a very powerful divine experience and he was taken up to third heaven. സ്വർഗീയ കാര്യങ്ങളിൽ നല്ല ബോധ്യമുള്ള ആളായിരുന്നു. He was a person who had a very good knowledge about heaven. ആള് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, മാലാഖയുടെ ഭാഷ എന്ന് പറയാമായിരുന്നു. He could have said, if necessary, a language of angels. അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്ന മാലാഖമാരുടെ. Yeah. എന്നാ Here it is പറഞ്ഞിരിക്കുന്നത്. written, Here it is written, the language of angels. അങ്ങനെയല്ല എഴുതിയേക്കുന്നത് ആന്റണി. Englishil angels are tongues of angels. മാലഖ പറഞ്ഞ വ്യത്യസ്ത ഭാഷകൾ പറയാം നമുക്ക്. അതാണ് Tongues of angels പറയാം. Tongues means വ്യത്യസ്ത ഭാഷ. ദൂതൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദൂതന്മാരുടെ. Yeah. So we are said here, it is not said angel, it is said angels. ഏഞ്ചൽസ്. അപ്പോ ഒരു മാലാഖയുടെ ഭാഷയല്ല വേറൊരു മാലാഖയുടെ ഭാഷ. So the language of one angel is not the same as another angel's language. ഞാൻ ഇന്ന് ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് ദൈവസന്നിധിയിൽ ആ ഭാഷയിൽ പ്രാർത്ഥിക്കാനിടയായി. Today I was sitting in the presence of the Holy Eucharist and spent some 20 minutes praying in tongues. ഇതുവരെ ഞാൻ പറയാത്ത ഭാഷയിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. I spoke in the languages which I have never spoken earlier. അപ്പോൾ തന്നെ ആ സമയത്ത് 3 വ്യത്യസ്തമായ ഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And at that time I started speaking in 3 angels' tongues. നാളെ വേറെ നിലയിലുള്ള ഭാഷകളായിരിക്കും വെളിപ്പെടുക.
Tomorrow it will be of different type of tongues. കാരണം ഭാഷകൾ ഉണ്ട്. Because there are many types of languages. അതുപോലെ തന്നെ മാലാഖമാരും ഒരുപാട് പേരുണ്ട്. And in the same way, there are many angels. ഞാൻ ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 2 days ago, as I was praying, ഞാനിങ്ങനെ ചിന്തിച്ചു, മാലാഖമാർക്ക് എല്ലാവർക്കും ഒരു ഭാഷ പോരായിരുന്നോ എന്ന് ചിന്തിച്ചു. I was thinking why the angels do not have only one language. എന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു തോന്നലുണ്ടായി. And then suddenly I got an inspiration inside me. എല്ലാ മാലാഖമാർക്കും ഒരു ഭാഷയായിരുന്നെങ്കിൽ സ്വർഗത്തിൽ അവർ വലിയൊരു ഗ്രൂപ്പിസം കളിക്കുമായിരുന്നു എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. And I felt that if all the angels should have spoken in one language, then they would have had a group and they would have played a groupism. അതുകൊണ്ട് തന്നെ ഒരു മാലാഖ സ്വർഗത്തിലെ വേറൊരു മാലാഖനെ കാണുമ്പോൾ സുഖമായിരുന്നു എന്ന് ചോദിക്കുന്ന സംഭവം സ്വർഗത്തിൽ ഇല്ല. ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെയൊക്കെ എന്നായിരുന്നു ഡ്യൂട്ടി, ഇങ്ങനെ ഒരു സംഭാഷണവും അവിടെ ഇല്ല. So when one angel meets another angel, the angel doesn't ask the angel, how are you? What duty did you have yesterday? These kind of discussions are not there in heaven. അവിടെ അവരൊരുമിച്ച് കൂടിയിട്ട് മറ്റൊരു ഗ്രൂപ്പിന്റെ കുറ്റം പറയാനൊന്നും സാധ്യതയില്ല. കാരണം ഭാഷ എല്ലാവർക്കും വ്യത്യസ്തമാണ്. It's not possible for them to get together and speak the fault of others because all the angels speak different languages. എന്നാൽ ചിലപ്പോൾ ചില മാലാഖമാർക്ക് ഒരേപോലെ ഭാഷകൾ ചില സന്ദർഭങ്ങളിൽ ഒരുപോലെ വന്നെന്ന് വരാം. But at certain time and certain situations, some of the angels can speak the same languages. അവിടെ വാക്കുകൾക്ക് ലിമിറ്റേഷൻ ഇല്ല. സ്വർഗത്തിൽ ഇതര ഭാഷകൾ വന്നുകൊണ്ടും കൈകാര്യം ചെയ്തുകൊണ്ടേ അവരിയ്ക്കുകയാണ്. So there will be no limitation in languages there. So they'll keep on speaking different languages. ഒരു മാലാഖയ്ക്ക് തന്നെ അനവധി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. One angel can speak also in different languages. അവിടെ വ്യത്യസ്തങ്ങളായ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭാഷകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ. So we cannot even imagine how languages, so many different type of languages are there is there among the angels. കാരണം സ്വർഗം മഹത്വത്തിന്റെ രാജ്യമാണ്. Because the heaven is the glory of the kingdom. അങ്ങനെ മഹത്വത്തിലെ രാജ്യത്തിലെ ഭാഷകളാണ് മഹത്വത്തിൽ ജീവിക്കേണ്ടതിന് ദൈവമനുഷ്യന്റെ മേൽ വന്നു വീഴുന്നത്. So that kind of glory which belongs to the kingdom comes and falls upon human being. ഞാൻ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. At this time I like to say like this. ആരുടെ മേൽ മഹത്വത്തിന്റെ ഭാഷകൾ സമൃദ്ധിയായി വന്നു വീഴുന്നു, അവർ ഈ ഭൂമിയിൽ മഹത്വത്തെ ഉയർത്തുകയും മഹത്വത്തിൽ ജീവിക്കുകയും ചെയ്യും. On all those whom the tongues of glory will fall upon them, they will speak the glory and they will live in the glory. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ ആരംഭത്തിൽ തെളിവായി അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രകടമായി വന്ന പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാണ് ഭാഷകളുടെ കൈകാര്യം ചെയ്യുന്ന. We see on the day of Pentecost, the first time when the Holy Spirit manifested among the apostles, the first gift that manifested was speaking in varieties of tongues. ഒരു 2-3 സ്ഥലങ്ങളിലായി പരിശുദ്ധാത്മാവ് വരുന്നു, അവർ ആളുകൾ പുതിയ ഭാഷകൾ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുന്നു, പുതിയ ഭാഷകൾ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുന്നു, പുതിയ ഭാഷകൾ സംസാരിക്കുന്നു. ഈ വിധത്തിൽ അവിടെ പ്രവൃത്തികൾ ഉണ്ടായി. Yeah, we see in some places the Holy Spirit comes and they speak in tongue. Again, we see the Holy Spirit comes and they speak in tongues. And we see the Holy Spirit comes and they speak in tongues. ഹല്ലേലൂയ. Hallelujah. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 40 എടുത്തു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങളിൽ കൊർന്നേലിയോസിന്റെ വീട്ടിൽ പത്രോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് പുതിയ ഭാഷകൾ സംസാരിക്കുകയും ചെയ്യാൻ ആരംഭിച്ചു. So we see in Acts chapter 10 verses 44 that the Holy Spirit came upon the people
when Peter was speaking, and they started speaking in new tongues. ഹല്ലേലൂയ. Hallelujah. അവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ ആരംഭത്തിൽ, ആത്മാവിന്റെ ആഗമനത്തിന്റെ ആരംഭത്തിൽ അന്യഭാഷകൾ കൈകാര്യം ചെയ്തതായി നമുക്ക് അവിടെ കാണാൻ കഴിയും. So we see in the beginning, when the Holy Spirit came upon them, they started learning to handle these varieties of tongues in their lives. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ Acts 19, അതിന്റെ 2 മുതലുള്ള തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ എത്തിയപ്പോൾ അവിടെ ഏതാനും വിശ്വാസികളെ കണ്ടു. അവർ നല്ല വിശ്വാസികളാണ്, പക്ഷേ പരിശുദ്ധാത്മാവ് വന്നതിന്റെ അടയാളം പൗലോസ് അപ്പോസ്തലൻ അവരിൽ കണ്ടില്ല. so here we see Saint Paul finding some believers. They were all believers, they were all disciples, but they had not experienced the infilling of the Holy Spirit upon their lives. അവരുടെ കൂടെ ചില ദിവസങ്ങൾ, ചില മണിക്കൂറുകൾ അപ്പോസ്തലനായ പൗലോസ് ചെലവഴിച്ചു. Sometime he spent with them. ഈ സമയത്ത് അപ്പോസ്തലന് മനസ്സിലായി, ഇവർ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന് ഇതുവരെ പ്രാപിച്ചിട്ടില്ല. So he understood that they have not received the Holy Spirit. യഥാർത്ഥമായി പ്രാപിച്ചിട്ടില്ല. They have not really received the Holy Spirit. ഈ റോമക്കാർക്ക് റോമസ് ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനത്തിൽ ഇങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. യേശുക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. So we are told that if the Holy Spirit doesn't dwell in you, you are living in flesh. And those who do not have the Holy Spirit do not belong to Jesus. ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ ഉണ്ടെങ്കിൽ. And here it is said, if really the Holy Spirit is there among you all. അതിന്റെ അങ്ങനെ പറയാൻ കാരണം റോമാ സഭയിൽ അനേക ആളുകൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് ധരിച്ച്, ചിന്തിച്ച്, വിശ്വസിച്ച് അവർ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. Because in Rome, they were thinking that they had the Holy Spirit in them. They were thinking that they are living in the Spirit. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഇല്ലെങ്കിൽ That is why it is said, if really the Holy Spirit is dwelling among you all. എങ്കിൽ നിങ്ങൾ യേശുക്രിസ്തു, നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. Then you are not fleshly, but you are spiritual. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഉത്തരം പറയണം. I'm going to ask you a question, you have to answer. എന്റെ കയ്യിൽ, ഈ കയ്യിൽ കുറെ വെള്ളമുണ്ട്. In this hand, I have a lot of water. അടുത്ത ഒരു കയ്യിൽ തീക്കനലുണ്ട്. And other hand, I'm having the fire. ഈ തീക്കനലും വെള്ളവും കൂടി കൂട്ടി യോജിപ്പിച്ചാൽ തീക്ക് പിന്നെ അവിടെ സ്ഥാനമുണ്ടോ? If I put both the fire and the water together, will the fire have a place there? അവിടെ വെള്ളത്തിനും തീക്കനലിനും ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ? The fiery coal and the water cannot remain together. ഈ രണ്ടിനും രൂപവ്യത്യാസം സംഭവിക്കും. വെള്ളത്തിനും രൂപവ്യത്യാസം സംഭവിക്കും, തീക്കും രൂപവ്യത്യാസം സംഭവിക്കും. So both will have a change. The water will also change, and this coal, the fiery coal also will change. ഇതാ വെള്ളം തീക്കനലിലേക്ക് വീഴുന്നു, ഈ വെള്ളം ആവിയായി പോകുന്നു. So water falls upon the fiery coal and the water becomes gas. ഈ വെള്ളം ദ്രാവക രൂപത്തിൽ നിന്ന് വാതക രൂപത്തിലേക്ക് ചേഞ്ച് ആയി പോകുന്നു. So the water becomes from liquid to gas. ഇതാ തീക്കനൽ കത്തിയിരിക്കുന്ന ചുമന്ന കളറിൽ നിന്നും ആ തീ കെട്ട് ഇതാ കറുത്ത കരിക്കട്ടയായി മാറുന്നു. And that the fiery coal loses its flame and becomes a black color thing. ഈ വെള്ളവും തീക്കനലും, വെള്ളവും തീയും ഒരുമിച്ച് പോവുകയേയില്ല. You cannot have both the water and the fire together. ഇതുപോലെയാണ് ജഡത്തിൽ വസിക്കുന്നവന്റെ കൂടെ
പരിശുദ്ധാത്മ വസിക്കുകയേയില്ല. So that we have to understand that this is how the one who's in the flesh, the Holy Spirit cannot remain. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡത്തിലുള്ളവരല്ല, നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളവരാണ്, നിങ്ങൾ ആത്മീയരാണ്, ആത്മാവിലാണ്. That is what the Apostle Paul is telling. If you are in the flesh, you do not belong to Jesus Christ. You are not in the spirit. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധരുടെ കൂടെ താമസിച്ചപ്പോൾ അപ്പോസ്തലന് മനസ്സിലായി, ഇവരിൽ ഇതുവരെയും പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല എന്ന് മനസ്സിലായി. So when Paul remained with the Ephesians, he understood that the Holy Spirit has not come upon them. കാര്യം ഇവര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഇവർ യഥാർത്ഥത്തിൽ ആത്മാവിനെ സ്വീകരിച്ചിട്ടില്ല. But they have not received the Holy Spirit. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ? Paul is asking, have you not received the Holy Spirit since you believed? അപ്പോസ്തലനായ പൗലോസിനോട് അവർ ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവോ? അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. So they are saying, Holy Spirit, we have never heard about something like that. ഉടനെ അവരോട് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? Then they are asked, what kind of baptism have you received? അവര് പറഞ്ഞു, ഞങ്ങൾ യോഹന്നാന്റെ സ്നാനമാണ് സ്വീകരിച്ചത്. They said, no, we have received the baptism of John. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. Here one thing we need to understand. ഇവരെ ശുശ്രൂഷയിൽ ലീഡ് ചെയ്ത ശുശ്രൂഷകരുടെ അറിവില്ലായ്മ കൊണ്ട് ജനം അന്ധതയിലേക്ക് ആണ്ടുപോയി. So we have to understand those who were leading them were not able to lead them forward, and they just remained as they were. അവരും ക്രിസ്തു ശിഷ്യനാകാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്, പക്ഷെ അവർ ക്രിസ്തു ശിഷ്യനാകേണ്ട വിധത്തിൽ അവരിതുവരെ ആയിട്ടുമില്ല. So they had come to become the disciples of Christ, but they could not become a real disciples of Christ. ഇന്നും ദൈവത്തിന്റെ ജനത്തെ നിയന്ത്രിക്കാൻ ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചവർ ഏതെങ്കിലും വിധത്തിൽ തെറ്റായി പഠിപ്പിച്ചാൽ ആ ഒറ്റ കാരണത്താൽ ജനം മുഴുവൻ തെറ്റിൽ അകപ്പെട്ട് സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്ധതയിൽ ആണ്ടുപോകും. And that is why even those who are even today also, those who are called to lead the people of God, if they teach in a wrong way, the people will continue to remain in darkness. ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി സ്വർഗം ഈ ഭൂമിയിൽ ആക്കി വെച്ചത് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനല്ല, സ്വർഗീയ രഹസ്യങ്ങൾ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് വഴി പഠിപ്പിക്കാനാണ് ദൈവം ഭൂമിയിൽ സഭയിൽ തന്റെ പ്രിയപ്പെട്ടവരെ ദൈവമാക്കി വെച്ചത്. The reason why God established the church and the beloved leaders is not to teach what they desire, but to teach the mysteries of heaven through the Holy Spirit. ഇത് വലിയ വലിയ അറിവ് പഠിപ്പിക്കാനുള്ള വേദിയല്ല, സ്വർഗരാജ്യത്തിലെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൽ പകുത്തു കൊടുക്കാൻ വേണ്ടി ദൈവമാക്കി വെച്ചതാണ് ദൈവത്തിന്റെ സഭ. So we have to see that God established the church not to teach big things, but to teach the mysteries of heaven through the Holy Spirit. എല്ലാ മനുഷ്യർക്കും ഒരു ദൈവത്വമുണ്ട് ഹൃദയത്തിൽ. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. Every person has some divine divinity inside them. അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരായി ജനിച്ച എല്ലാവരിലും ഒരു ദൈവത്വം കയറി കിടപ്പുണ്ട്. അവനിൽ ഒരു ദൈവ സിദ്ധാന്തവും ദൈവ തത്വവും അവന്റെ മനസ്സിലുണ്ട്. So not only Christians, all those who are in the world, they have some kind of divine within them, some kind of thoughts about divine within them. ചിലര് മൃഗങ്ങളെ ദൈവമായി കാണുന്നവരുണ്ട്. Some will look as animals as God. ചിലര് കല്ലുകളെ ദൈവമായിട്ട് കാണുന്നവരുണ്ട്. Some see stones as gods. ചിലര് നമ്മളെ ഈ സൂര്യനെയും ചന്ദ്രനെയും ദൈവങ്ങളായി വിചാരിക്കുന്നവരുണ്ട്. Some see the sun and the moon as gods. ചിലര് നക്ഷത്രങ്ങളെ ദൈവമായിട്ട് വിചാരിക്കുന്നവരുണ്ടാകാം. Some see the stars as gods. ചിലര് പലവിധ മരങ്ങളെ ദൈവമായിട്ട് പൂജിക്കുന്നുണ്ടാകാം. Some will be worshipping trees like gods.
ചിലര് കുരിശാണ് ദൈവം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. Some people think that cross is God. ചിലര് യേശുക്രിസ്തുവിന്റെ രൂപങ്ങളാണ് ദൈവം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. Some people will think that the images of Jesus is God. ചിലര് പടിഞ്ഞാറാണ് ദൈവം ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. Some people will think that in the east God is sitting. ചിലര് കിഴക്കാണ് ദൈവം ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. Some people will think that God is sitting in the west. ചിലര് വിചാരിക്കും എന്റെ ദൈവം വടക്കാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. Some people will think that God is sitting in towards the west. ചിലരിങ്ങനെ വിചാരിക്കും എന്റെ ദൈവം തെക്കാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. Some people will think that God is sitting in the east or the south. ചിലരിങ്ങനെ വിചാരിക്കും എന്റെ ദൈവം മണ്ണാണ്, ഭൂമിയാണ് എന്റെ ദൈവം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. Some people are thinking that God is mud and God is inside the mud earth. ചിലര് ചിലപ്പോൾ തീനെ ദൈവമായിട്ട് വിചാരിക്കുന്നുണ്ടാകാം. എന്താ ദൈവം? തീ ഒരു ദൈവമായി Some people considering fire as God. മനുഷ്യർക്ക് ദൈവത്തെ എങ്ങനെ വേണേലും സങ്കല്പിക്കാം. So man can think in their own imagination as they wish. അത് അവനവന്റെ വിശ്വാസമാണ്. That is their own faith. എന്റെ ദൈവത്വത്തിലുള്ള വിശ്വാസത്തെ വേറൊരു മനുഷ്യനെ എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? അത് എന്റെ വിശ്വാസമാണ്. That is their faith, so we cannot question them. ഇതുപോലെ എല്ലാ മനുഷ്യർക്കും ദൈവസങ്കല്പങ്ങളുണ്ട്. So even in the same way, many people, most of the people have their own imagination about God. പല ക്രിസ്ത്യാനികൾക്കും ദൈവസിദ്ധാന്തങ്ങളുണ്ട്, ദൈവസങ്കല്പങ്ങളുണ്ട്. Even many Christians have their own imagination about God. ചിലരിങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, അങ്ങ് ആകാശത്തിന് അപ്പുറം എവിടെയോ ഒരു സ്ഥലത്ത് വസിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. Some people say that God is living somewhere high, somewhere in the sky. ചിലര് പറയുന്നുണ്ട് ദൈവം ഏതൊരു വസ്തുവിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നവരുണ്ട്. Some say that the Holy Spirit has entered something, God has entered something and is dwelling in something. ചിലര് പറയുന്നുണ്ട് ദൈവം ആ മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ മല കയറുക എന്ന് പറയുന്നവരും ഉണ്ടാകാം. Some will be saying that God is living on the mountains and so that's why we are climbing the mountains. ദൈവം ഏതോ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. And some may be thinking that God is hiding somewhere. ഒത്തിരി ആളുകൾ ദൈവത്തെ കാണാൻ വേണ്ടി അങ്ങ് കടലുകൾക്കപ്പുറം ചില രാജ്യങ്ങളിൽ പോയി ദൈവത്തെ സന്ദർശിക്കുന്നവരുണ്ട്. Some people are crossing the seas and trying to visit God in different places. എന്നാൽ ഇതാ യേശുക്രിസ്തു പറയുന്നു, ദൈവം ആത്മാവാണ്, ദൈവത്തെ ആത്മാവിലൂടെ മാത്രമേ സ്വീകരിക്കാനും ആത്മാവിൽ മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ എന്നാ ദൈവവചനം പറയുന്നേ. So we see that Jesus said God is spirit, only in the spirit God can dwell. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പെന്തക്കോസ്ത് നാളിലെ സംഭവം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ കൂടെ വസിക്കുന്നു എന്നല്ലേ അർത്ഥം? So we need to understand when you study the Pentecost, when the Holy Spirit came on the apostles, that means God came to dwell with them. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞു ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ. That is why Jesus said, I dwell in the Father and Father dwells in me. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത് ഞാനും എന്റെ പിതാവും വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, വാസം ചെയ്യുന്നു പറഞ്ഞത്. And that is why Jesus said, I and my Father will come and dwell within you. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നൊക്കെ, ടെമ്പിൾ ആണെന്ന് അറിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ചത്. Yeah, that is why Saint Paul said, don't you know that you are the temple of the Holy Spirit? അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറഞ്ഞത് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞത്. And that is why Saint Paul said, the Christ in me is the hope of glory. ഇതാ യേശു പറയുന്നു ദൈവം ആത്മാവാകുന്നു. യേശു പറയുന്നു ദൈവം ആത്മാവാകുന്നു. That's why Jesus said God is spirit. ഹല്ലേലൂയ. Hallelujah. എന്റെ പ്രിയമുള്ളവരെ, സമയം നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതാ ആത്മാവാകുന്ന ദൈവം അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവാൽ നിറയാൻ തുടങ്ങി. നിങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ആ അദ്ദേഹത്തിന്റെ പ്രബോധനം നിങ്ങൾ
വീണ്ടും വീണ്ടും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. അവർ അത് കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. Yeah, so we see they answered into, they were baptized into John's baptism. Paul said John baptized with the baptism of repentance, telling the people to believe the one who is to come after him, that is in Jesus. On hearing this, they were baptized in the name of the Lord Jesus. When Paul had laid his hands on them, the Holy Spirit came upon them and they spoke in tongues and prophesied. ഹല്ലേലൂയ. Hallelujah. ഈശോ പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടാകും. Those who believe, there will be signs in among those who believe. വിശ്വസിക്കുന്നവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ആത്മാവ് വസിക്കുന്നവരുടെ കൂടെ. Yeah, the word the believe means the one in whom the Holy Spirit resides. തെറ്റിദ്ധരിക്കപ്പെടരുത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ എന്ന് യേശു ഉദ്ദേശിച്ചത് പരിശുദ്ധാത്മാവുള്ളവരുടെ കൂടെ. So what actually Jesus meant by the word those who believe is that the one in whom the Holy Spirit dwells. ഇതവിടെ യേശു പറയാണ്, വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. So that's why Jesus said, "This sign shall follow those who believe." അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. In my name they'll cast out demons. ഹല്ലേലൂയ. Hallelujah. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം, ഈ ഭൂമിയിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഒരു വലിയ ശുശ്രൂഷയുണ്ട്. അത് പൈശാചിക ശക്തികളെ നീക്കിക്കളയുക എന്നുള്ള ഒരു ശുശ്രൂഷയുണ്ട്. So one, we need to know that in whom the Holy Spirit resides, they have a ministry that is to remove the powers of darkness, remove the evil spirits. ദൈവം ആത്മാവായ മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നത് പോലെ തന്നെ സാത്താൻ അഥവാ പിശാച് മനുഷ്യന്റെ ഉള്ളിൽ മറ്റൊരാത്മാവായി മനുഷ്യനിൽ വസിക്കുന്നു. In the same way the Holy Spirit dwells in human being, Satan also in a different spirit comes and dwells inside people. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ മഗ്ദലന മറിയത്തിന്റെ ഉള്ളിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കി എന്ന് പറയുന്നത്. So that is why the Bible says that 7 demons were casted out from Mary Magdalene. മർക്കോസ് 16:9 ഈ പറയുന്ന കാര്യങ്ങളുള്ളത്. It's found in Mark 16 verses 9. നിങ്ങളത് പിന്നീട് വായിച്ചു നോക്കുക. Later on you can see that. ഇതാ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ സാത്താൻ വസിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. Bible says that Satan dwells in human beings. അതേ മനുഷ്യരുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം വസിക്കുന്നതെന്ന് യേശു പറയുന്നു. And Jesus says, and among the people also the Holy Spirit dwells. ഇതാ സാത്താൻ വസിക്കുന്നവൻ അവിശ്വാസിയും ദൈവാത്മാവ് വസിക്കുന്നവൻ വിശ്വാസിയുമാണ്. So we have to understand Satan dwells on those whom Satan dwells is called as unbeliever, and on those whom Holy Spirit dwells is called a believer. അതുകൊണ്ടാണ് യേശു പറയുന്നത്, വിശ്വസിക്കുന്നവരുടെ കൂടെ അഥവാ പരിശുദ്ധാത്മാവുള്ളവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടാകും. That's why Jesus said, the one who believes, the one who has the Holy Spirit, one in whom the Holy Spirit resides, these signs shall follow them. അടുത്തൊരു യേശു പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, അവർ എന്റെ നാമത്തിൽ പുതിയ ഭാഷ സംസാരിക്കുന്നല്ല, ഭാഷകൾ, പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ, ഒന്നിലധികം ലാംഗ്വേജുകൾ സംസാരിക്കാൻ തുടങ്ങും. So that is why we see here that they will speak in new tongues. So that means not one tongue, but different kinds of tongues they will speak. ഹല്ലേലൂയ. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാനായി സമയം മാറ്റാം. Now we'll spend some time in prayer. ബ്രദർ 2 കൊരിന്ത്യർ 4:4 പറയുന്ന അതേ വചനം തന്നെ. യെസ്, ഓക്കെ. നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കുകയാണ്. നിങ്ങളുടെ സമയം അല്പം പോയതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു.
നാളെ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. നമ്മുടെ സമയം എങ്ങനെ പോകുന്നെന്ന് അറിയത്തില്ല. ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ വേഗത്തിൽ സമയം പോവുകയാണല്ലോ. എന്തായാലും ദൈവം ആഗ്രഹിക്കുന്ന പോലെയാണ് ശുശ്രൂഷ നടത്തേണ്ടത്. നമ്മൾ ആരും ആഗ്രഹിക്കുന്ന പോലെ ആകരുത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. So we need to understand tomorrow when you come, you need to pray and come. And we also need to understand we need not do the ministries according to human mind, but we need to do the ministries according to the Holy Spirit. 1-2 മിനിറ്റ് ഞാനും ആന്റണി ബ്രദറും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങളെ അഭിഷേകം ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പറയാം. ഓക്കെ, യെസ്, താങ്ക് യു. ലാ ബാബ ശിഖറ ബല ഹറബ സിരി ബിയ റഹതേനി എല്ലാ മാഷിൽ ഹാതേ മുറുസി ബബറ റികബില ഹലബിന ബറുസല ബിയാറബത എല്ലോ മഹത നീ ഹുദോസിയ ലിബതാനി ഹുദോമുറത മനിയ റെഖിലി ഖൽഖല ബറുസിന താബിയാല ഹലദോറോ ബസു അബിനില ഹലമ ഉഷ നദയാറ സെൽബാലുല കല മറുസിനി കറബില ഹറബ റിസബില യബ യോബാല കല മരിക്കിയ. അങ്ങനെ പ്രിയപ്പെട്ട വിശുദ്ധരെല്ലാവരും അടയാളങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ അങ്ങയുടെ വചനത്തെ സ്ഥിരീകരിക്കുന്നവരാകട്ടെ. അടയാളങ്ങൾ കൊണ്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ അവർ മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് മാറട്ടെ. അടയാളങ്ങൾ കൊണ്ട് ഇവർ ഈ ഭൂമിയിൽ അങ്ങയുടെ രാജ്യത്തെ പണിയട്ടെ. എല്ലാവരും മ്യൂട്ടിൽ വരിക.
Father, Lord Jesus, Lord, Holy Spirit, honor, power, glory, praise, majesty, adoration, give it to you, Jesus, word of praise be to you, Abba Father. Blood of Jesus, Lamb of God, Lord Jesus, praising the consecrated host, Eucharistic celebration upon the bless and praise Jesus, there is victory. ബ്രദർ മ്യൂട്ടിലാണ്. ജോയ് ബ്രദർ എന്താ പറഞ്ഞത്? നിങ്ങൾ സ്തുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കിട്ടിയവർ വേഗത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. Keep on praising God in the unmute position behind the scene, and those who are having had some experience, you can also share continuously. Same thing together, okay? Behind the scene, keep praising the Lord, and those who have had any experience, you can share. ആരുടെയെങ്കിലും മേൽ തീയുടെ അനുഭവം ഉണ്ടായെങ്കിൽ അത് കേൾക്കാൻ ഞാൻ അതിയായ കർത്താവിൽ ആഗ്രഹിക്കുന്നു. I desire if anybody had any fire experience, and I desire to hear your testimony in Jesus. തീയുടെ മണമോ തീയുടെ അനുഭവം ഉണ്ടായെങ്കിൽ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If anybody experienced the smell of fire or experience of fire, I just want you to share that experience. നിങ്ങൾക്കുണ്ടാകുന്ന പരിശുദ്ധാത്മ അനുഭവങ്ങൾ വേഗത്തിൽ ഒന്ന് പറയാം. Praise the Lord. Hello, brother. I just had burning sensation in my hands and my upper body. My face and all, I felt like burning. ഒരു തീ അനുഭവം ഉണ്ടായി. ശരീരത്തിന് മോളിത്തെ ഭാഗത്തിൽ ഒരു തീ അനുഭവം ഉണ്ടായി. Yes, hallelujah. Thank you, Jesus. Even when brother was teaching us, I could feel that burning in my hands. പ്രബോധനം കേൾക്കുന്ന സമയത്തിൽ ഒരു തീ അനുഭവപ്പെട്ടു കൈകളിൽ. Amen. Hallelujah. Thank you, Holy Spirit. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പലവിധമായ അനുഭവങ്ങൾ കിട്ടിയവർക്ക് വേഗത്തിൽ ഒന്ന് പങ്കുവെക്കാം. Anybody can share the experience they had. Do it quickly. Brother, I saw a volcanic eruption. ഒരു വോൾക്കാനോ പറയും മലയാളത്തിൽ അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ആ തീ പുറത്ത് ഇറങ്ങുന്ന രീതിയിൽ കണ്ടു, ഒരു ദർശനം കണ്ടുവാണ് ബ്രദർ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. അത് സ്വർഗത്തിലെ അഗ്നിക്കൂട്ടമാണ് ആള് കണ്ടത്. Yeah, he saw what you have seen is actually the flame of fire together in heaven. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാം. Yeah, Pramila, yeah, share. Yes. As you are praying, Jesus wrote the word fire, capital FIRE, and then I saw a vision of Jesus, and it turned into a ball of fire in my vision. And then I saw a vision of fire resting on my tongue. And then he also put some fire on my mind. And
Then can I give some healing messages, brother? Yeah, you can share. Vanitha Stephens, God has a calling for you. Sister Aruna Thomas, God calls you to spend time with Him. Jesus appeared and told me that He is going to reveal to me the mysteries of God. 5 persons are receiving the cloak of anointing. Vegeta, God calls you by name and heals your lung disease. The Holy Spirit is quickening 4 persons. Carlos, God loves you. Stephanie, Jesus is your good shepherd. Jesus tells the group to pray more. Angelina D'Souza, God blesses your family. 2 persons are healed of nose bleeding. Then I saw a vision of Mother Mary holding a white crystal in her right hand, and the white crystal is mighty showers of blessing. Then yesterday, when Sister Anne was giving the number 555, Holy Spirit told me that that person has lost his way, and I saw a vision of a road, and Jesus helps that person to come back home safely. ഓക്കെ, ആമേൻ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വേഗത്തിൽ പറയാനുണ്ടെങ്കിൽ വേഗം പറയാം. ബ്രദർ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അനോയിന്റിംഗ് എന്റെ മേൽ വന്നു. വലിയൊരു പവർ ആയിരുന്നു. മൈ ബോഡി വാസ് മൂവിങ് വിക്ടറസ്ലി ആൻഡ് ദ അനോയിന്റിംഗ് I felt the anointing all over my body, and it was very beautiful and powerful. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്ത ആൾക്ക് വേറെ എന്തെങ്കിലും വേഗത്തിൽ പറയാം. Anybody else want to share? Brother, just 3 more messages. Mohammed, God calls you by name for ministry. Ali, God calls you by name and heals your liver cancer. 41 persons are receiving sight. ഓക്കെ, Thank you. Praise you, Jesus. അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാം. Anybody else want to share anything? You can share. താങ്ക് യു പ്രമീള. Thank you, brother. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാം. നമുക്ക് അവസാനിപ്പിക്കാം ബ്രദർ. അല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞു, ഇനി അവസരം കൊടുത്തല്ലോ, ഇനിയിപ്പോ സമയം വിടും. ഓക്കെ, ബേബി ബ്രദർ ഉണ്ടോ? ബ്രദർ ജസ്റ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. സ്വർഗീയ പിതാവേ, ഈ സമയം അത്രയും പിതാവേ, പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ അവസ്ഥകളെ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ തിരുവചനം ഞങ്ങളെ അറിയിച്ച എല്ലാ കൃപയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധനെ ഈ സമയം അത്രയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും അത് അലലിയ വ്യത്യസ്ത രൂപങ്ങളിൽ നമ്മൾക്ക് പ്രകടമാക്കുവാനും അവസരം തന്ന എല്ലാ കൃപയ്ക്കും നന്ദി. അങ്ങയുടെ അഭിഷേകത്തിന് അതിനായി ഒരുക്കിയൊക്കെ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, മഹത്വം അങ്ങേക്ക് അവിടുത്തെ പുത്രനിലൂടെ അങ്ങ് നൽകുന്ന ഈ വലിയ ദാനത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ഞങ്ങളിലൂടെ എല്ലാം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സദസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ വരണമേ, ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയതോടെ തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ, ആമേൻ. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വിശ്വസിക്കട്ടെ. Okay, praise the Lord, everybody. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Thank you, brother. Hallelujah. Thank you, brother. Yes. God bless.